സോയാബീൻ വെച്ച ഒരു അടിപൊളി ഐറ്റവുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഒരു ബൗളിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം കുതിർക്കാൻ വെക്കാം. ശേഷം നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 സ്പൂൺ കോൺഫ്ലവർ പൗഡറും 1 സ്പൂൺ മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. മസാല നന്നായി പിടിക്കണമെങ്കിൽ ഇത്തിരി നേരം വെക്കാട്ടോ. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.